കർമ്മലമഠത്തിൽ വിടർന്ന് പരിലസിക്കേണ്ട ഒരു തവള സൂമമാണ് താനെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എന്നാൽ കർമ്മലമഠത്തിൽ ചേരുന്നതിനായി വളരെയധികം പ്രതിബന്ധങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അവൾക്ക് കടന്നു പോകേണ്ടി വന്നു. അമ്മാവൻ ഇസിദോർ ആദ്യം അനുവാദം നൽകാതിരുന്നതും സഭാധികാരികൾ ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞതുമെല്ലാം അവളെ വളരെയധികം ആകുലചിത്തയാക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് കർമ്മലമഠത്തിൽ ചേരുവാനുള്ള അനുവാദത്തിനായി അമ്മാച്ചനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അവളെ ധൈര്യപ്പെടുത്തി. നല്ല ദൈവം അറുത്തെടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ചെറുപുഷ്പമാണ് ഞാനെന്നും മേലിൽ താൻ അതിന് തടസ്സം സൃഷ്ടിക്കുകയില്ലെന്നും. എങ്കിലും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് അവൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അവൾ തന്നെ സമർപ്പിച്ചു. കർമ്മലമഠത്തിൽ ചേരുവാനായി അപ്പച്ചൻ്റെ അനുവാദത്തിന് ശേഷം അമ്മാച്ചൻ്റെ അനുവാദം ലഭിക്കാതെ വന്നപ്പോൾ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുമായി തൻ്റെ മാനസിക സംഘർഷങ്ങളെ അവർ താരതമ്യം ചെയ്യുന്നത് ആത്മകഥയിൽ വായിക്കുവാൻ സാധിക്കും. മ്ലാനമക്തമായ ഒരു മരുഭൂമിയിലായിരുന്നു ഞാൻ. അഥവാ കൂടുതൽ ശരിയായി പറഞ്ഞാൽ പ്രക്ഷുബ്ധമായ തിരമാലകളുടെ ഇടയിലേക്ക് അമരക്കാരനില്ലാത്ത തഴച്ചു വിടപ്പെട്ട ദുർബലമായ ചെറുതോണി പോലെയായിരുന്നു എൻ്റെ ആത്മാവ്. യേശു അതിനുള്ളിൽ ഉറങ്ങിക്കിടപ്പാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ കൂരിരുട്ട് നിമിത്തം അവിടുത്തെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. കാർമേഘങ്ങളെ ഭേദിക്കുന്ന ഒരു മിന്നൽ പിണർ പോലും കാണാനില്ലായിരുന്നു. പ്രപഞ്ചം എൻ്റെ കയ്പ് നിറഞ്ഞ വിഷാദത്തിൽ പങ്കുകൊള്ളുന്നത് പോലെ തോന്നി. സൂര്യരശ്മികളിൽ ഒരെണ്ണം പോലും പ്രകാശിപ്പിച്ചില്ല. ആ 3 ദിവസങ്ങളിൽ മഴയാണെങ്കിൽ ഇടവിടാതെ ഘോരം പെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളിലെല്ലാം എൻ്റെ ആത്മാവ് പ്രകൃതിയിൽ പ്രതിബിംബിക്കുന്നതായി ഞാൻ ദർശിച്ചിരുന്നു. കണ്ണുനീരിൻ്റെ ദിവസങ്ങളിൽ ആകാശവും എന്നോടൊത്ത് കരഞ്ഞിരുന്നു. സന്തുഷ്ട ദിനങ്ങളിൽ സൂര്യൻ നിരാലംബരത്തിൽ നിന്ന് കാർമേഘങ്ങളുടെ നേരിയ പാടുകൾ പോലും അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു. അന്നത്തെ പതിവനുസരിച്ച് കർമ്മലമഠത്തിൽ പ്രവേശിക്കുവാൻ അനുവാദത്തിനായി തിരുസഭാധികാരികളെ പിതാവ് ലൂയിസ് മാർട്ടിനോടൊത്ത് തെരേസ സമീപിച്ചു. സഭയിൽ അധികാരമുണ്ടായിരുന്ന വികാരി ജനറൽ മോൺസിഞ്ഞോർ റവറോണി 15 വയസ്സ് സഭാപ്രവേശനം മതിയാകിയില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.